പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ പുലർച്ചെ 2:30 വാവുള്ളിപുരം ദേശത്തിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ 5 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് കഴിഞ്ഞ ദേശത്തിൻ്റെ കഴിഞ്ഞു. ഇനി നമ്മുടെ കാവശ്ശേരി ദേശത്തിൻ്റെ വരുന്നേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാലാണ് വെടിക്കെട്ട് തീരുള്ളൂ. അങ്ങനെ 5 മണിയായപ്പോൾ കഴിഞ്ഞ ദേശത്തിൻ്റെയും കൂടി വെടിക്കെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും കാലത്തെ പണിയിലേക്കൊക്കെ കടന്നു കേട്ടോ. അമ്മ അതവിടെ പതിവ് പോലെ റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെടിക്കെട്ടെല്ലാം തീർന്നു. കാലത്ത് കുളിയും കഴിഞ്ഞ് കട്ടൻ ചായയും കുടിച്ച് നമ്മൾ മേൽമന്നിലേക്ക് പോകണം കേട്ടോ. അതായത് കാവിന്റെ പടിഞ്ഞാറേ നട. കാരണം നമ്മൾ കുതിര ഇറക്കം കാണാനാണ് പോണത്. അപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്കും എഴുന്നള്ളത്ത് കാവിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ വെള്ള കുതിര, അതായത് കമ്മാൻ കുതിരയാണ് കേട്ടോ ആദ്യമായിട്ട് ഇറങ്ങുക. ഇനിയിപ്പോ 3 ദേശത്തിന്റെയും കുതിരകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് താഴത്തേക്കായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പിറന്നാൾ കഴിഞ്ഞു അമ്മയുടെ ഏടത്തി അമ്മയെ കൂട്ടിയിട്ട് പോകാനായിട്ട് വന്നതായിട്ടാണ് സങ്കല്പം കേട്ടോ. അപ്പോൾ ആദ്യ കുതിരയെ വാവുള്ളിപുരം ദേശത്തിൻ്റെ കുതിരയിൽ അമ്മ അത്തിപ്പൊറ്റ ശ്രീ മാങ്ങോട്ടുകാവിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പൂരം കഴിഞ്ഞ് നട അടച്ചിരിക്കുന്നു കേട്ടോ. ഇനി 7ാമത്തെ ദിവസമാണ് നട തുറക്കുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് 2ാമത്തെ കുതിര, അതായത് കൈണി ദേശത്തിന്റെ കുതിര കേട്ടോ. ഇനിയിപ്പോൾ കാവശ്ശേരി ദേശത്തിന്റെ കുതിര കൂടെ വരും. ഈ 2 കുതിരകളും വാവുള്ളിപുരം ദേശത്തിന്റെ കുതിരേനെ കാവുന്ന് മുതൽ അനുഗമിച്ച് പോയിട്ട് അവരവരുടെ ദേശം മന്നിൽ പോയി നിലയുറപ്പിക്കും കേട്ടോ. അങ്ങനത്തെ കാലത്ത് എഴുന്നള്ളത്തിന് നിന്ന് ആനകളൊക്കെ തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 3ാമതായിട്ട് നമ്മുടെ കാവശ്ശേരി ദേശത്തിൻ്റെ കുതിര കൂടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാഗത്തായിട്ട് അവർ കുതിരയൊക്കെ നിർത്തി കൊടുക്കും. അതായത് ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് തൊട്ട് തൊഴാനും പിന്നെ വഴിപാടുകൾ സമർപ്പിക്കാനും, പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ കുതിരയിൽ മുട്ടിയിട്ടൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ പൂരം കഴിഞ്ഞാലും ഇഷ്ടംപോലെ ആളുകൾ കണ്ടോ കുതിരയിറക്കം കാണാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതായത് അമ്മനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ ഒരു നമ്മുടെയൊക്കെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു നിമിഷമാണ് കേട്ടത്. അപ്പൊ 3 കുതിരകളും മണ്ണിൽ നിന്ന് പാടത്തേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ സൂചനയാണ് ഇപ്പൊ നടന്ന വെടിക്കെട്ട്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മോനുണ്ട് പിറന്നാളാണെന്ന്. അപ്പൊ മൂപ്പരുടെ വകയായിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ട് നേരെ വന്ന് ഇവിടെ ഈടുപിടിയാലിന്റെ അവിടെ വന്ന് നിന്നു. അപ്പൊ നമ്മുടെ കാവശ്ശേരി ദേശത്തിന്റെ കുതിര ഇതാ വന്ന് കയറണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറ്, പിന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, പിന്നെ സലാഡ്, പപ്പടം, പിന്നെ അച്ചാറ്, ഉരുളൻകിഴങ്ങും ചിക്കനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്ന ചാറ് കറി, പിന്നെ ഇന്നലത്തെ അവിയലുണ്ടായിരുന്നു കേട്ടോ, പിന്നെ പപ്പടം, പിന്നെ അടപ്രഥമൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരത്തിന് കൂറിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ ആരും നോൺ വെജ് ഒന്നും വെക്കാറില്ല കേട്ടോ. പിന്നെ പൂരം കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നോൺ വെജും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന അലുവയും പൊരിയും ഒക്കെ എടുത്തു കേട്ടോ. വട്ടം കൂടിയിരുന്ന് ചായയൊന്നും വെച്ചില്ല. അതിന് പകരം നമ്മൾ അലുവയും പൊരിയും കഴിച്ചു. പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ് അലുവയും പൊരിയും കൂടെ ചേർന്ന് കഴിക്കൽ കേട്ടോ. സോറി കേട്ടോ, നമ്മുടെ പൂരം കഴിഞ്ഞിട്ടില്ല. ഇനി 7ാമത്തെ ദിവസം നട തുറക്കലും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ.